أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي كلة خيلتي أدركني يا رسول الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد العاقبة للمتقين സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ റജബ് മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബ് മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളിൽ നിന്ന് വന്നുപോയ സകലമാന ദോഷങ്ങളും അള്ളാഹു പുറത്തു തരുമാറാവട്ടെ. ഇനിയുള്ള കാലം നല്ല നിലയ്ക്ക് ജീവിച്ച് അള്ളാഹുവിന് വഴിപ്പെട്ട് ഇബാദത്തുകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു ചേർത്തി തരുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ. രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർ, ഭാര്യ ഭർത്താക്കന്മാർ, വിവാഹപ്രായമെത്തിയ യുവതി യുവാക്കന്മാർ, അവർക്കൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും ഒക്കെ നൽകുമാറാവട്ടെ. അനുയോജ്യമായ ഇണകളെ അള്ളാഹു നൽകുമാറാവട്ടെ. സ്വാലിഹത്തായ മക്കളെ അള്ളാഹു നൽകുമാറാവട്ടെ. അതുപോലെ മാതാപിതാക്കൾ അനുസരിക്കാത്ത മക്കൾ, മാതാപിതാക്കൾ പറയുന്നത് കേൾക്കാത്ത മക്കൾ, അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നല്ല മനസ്സും നല്ല ബുദ്ധിയും മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളാക്കി മാറ്റുമാറാവട്ടെ. അതുപോലെ കച്ചവടത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. വിദേശത്തും സ്വദേശത്തുമായി കച്ചവടം ചെയ്യുന്നവർ, അവിടെയൊക്കെ കച്ചവടത്തിൽ അല്ലാഹു ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നൽകുമാറാവട്ടെ. അവിടെയൊക്കെ വീടുകളിൽ അല്ലാഹു ഖൈറും ബർക്കത്തൊക്കെ നൽകുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട്. മകളുടെ കല്യാണം ശരിയായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചവരുണ്ട്. അതുപോലെ മകൻ്റെ കല്യാണം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകളൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ചെറിയ ഒരു ദിക്റാണ്. ഒരുപാട് മഹത്വമുള്ള ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ ദർറാ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്റാണ്, ഒരു ദുആയാണ്. ഏതാണ് ആ ദിക്ർ? ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ നാവുകൊണ്ട്, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവുകൊണ്ട് മഹാനായ അബൂ ദർറാ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത ഒരു ദിക്റാണ്, ഒരു ദുആയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത്. ഏതാണ് ആ ദിക്ർ? ആ ദുആ ഏതാണ്? ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു ഹുവ റബ്ബുൽ അർശിൽ അളീം.
ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. ഒരുപാട് മഹത്തമേറിയ ഒരു ദിക്റാണ്, ഒരു മഹത്തമായ പ്രാർത്ഥനയാണ്. മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ ഇതിനൊരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഇത് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ചൊല്ലാനുള്ളതാണ്. ഒരുപാട് ആവശ്യങ്ങൾക്ക് വേണ്ടി ചൊല്ലാം, പല മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി ചൊല്ലാം. ഇതിനൊക്കെ വേറെ വേറെ ഫളായിലുകൾ ഓരോ സമയത്ത് ഓരോ ഇതിനുള്ള ഫളായിലുകൾ കൊടുത്തിട്ടുണ്ട്, മഹത്വങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ദിക്റിൻ്റെ മഹത്വം പറഞ്ഞിട്ട് അബൂദർറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? രാവിലെയും വൈകുന്നേരവും 7 പ്രാവശ്യം ആരെങ്കിലും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ദുആ അങ്ങോട്ട് ചെയ്താൽ അവൻ്റെ എല്ലാ ടെൻഷനും അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. അവൻ്റെ മനസ്സിൽ സന്തോഷം ലഭിക്കുന്നതാണ്. അത്രക്കും മഹത്വമുള്ള ഒരു ദിക്റാണ്. ഒരു മനുഷ്യന് ഭയങ്കര പ്രയാസത്തിലാണ്, ടെൻഷൻ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദിക്റങ്ങോട്ടൊരാൾ ചൊല്ലിയാൽ രാവിലെയും വൈകുന്നേരവും 7 തവണ ചൊല്ലിയാൽ മതി. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന ഈ ദിക്ർ ആരെങ്കിലും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ദുആ അങ്ങോട്ട് ചെയ്താൽ അവൻ്റെ എല്ലാ ടെൻഷനും അല്ലാഹു മാറ്റിക്കൊടുത്ത് അവൻ്റെ മനസ്സിൽ സന്തോഷം കൊടുക്കുന്നതാണ്. അത്രക്കും മഹത്വമുള്ള ഒരു ദിക്റാണ്. എല്ലാവർക്കും ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് ആകെ 7 പ്രാവശ്യം കുറഞ്ഞ സമയം ചൊല്ലിയാൽ മതി. 1 മിനിറ്റ് തയ്ച്ച് വേണ്ട, 7 പ്രാവശ്യം ചൊല്ലിയാൽ മതി. ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. രാവിലെ 7 പ്രാവശ്യം വൈകുന്നേരവും 7 പ്രാവശ്യം ചെല്ലാൻ ശ്രമിക്കുക. നമ്മുടെ ടെൻഷനുകൾ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ ഇത് പകർത്താൻ ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടുമാണ് പറയുന്നത്. നമ്മൾ എല്ലാവരും പ്രയാസങ്ങൾ ടെൻഷനൊക്കെ വരുമ്പോൾ ഈ ദിക്റങ്ങോട്ട് ചെല്ലുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുമാറാവട്ടെ. മഹാന്മാരായിരിക്കുന്ന സഹാബത്തുൽ കിറാമിൻ്റെ ബർക്കത്ത് കൊണ്ട് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവിൻ്റെ ഒരുപാട് ഔലിയാക്കന്മാർ, മൺമറഞ്ഞു പോയ ഔലിയാക്കന്മാർ, അവിടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.